27 വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഒരു വ്യക്തിയെക്കുറിച്ച്, ഒരു വ്യക്തിത്വത്തെക്കുറിച്ച് സംസാരിക്കാൻ പറ്റുക എന്ന് പറയുന്നത് അദ്ദേഹം അവശേഷിപ്പിച്ചു പോയ സത്കർമ്മത്തിൻ്റെ ആ വ്യക്തി പ്രഭാവത്തിൻ്റെയൊക്കെ ഗുണം തന്നെയാണ്. നമ്മളെപ്പോഴും ചിന്തിക്കുന്നത് അത്തരം കാര്യങ്ങൾ തന്നെയാണ്. നാളെ നമ്മൾ ഈ ലോകം വിട്ടു പോകുമ്പോൾ നമ്മളെക്കുറിച്ച് ആരെങ്കിലും ഓർക്കുകയാണെങ്കിൽ അതാണ് പുണ്യമെന്ന് കരുതുന്ന ഒരു സാഹചര്യമാണ്. അതാണ് എനിക്ക് അവരുടെ സന്തോഷം. അത്തരം ഒരു ചടങ്ങിൻ്റെ ഭാഗമായിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. ബഹുമാന്യതയും ആദരണീയരായ ഗുരുസ്ഥാനീയരായ വേദി പങ്കിടുന്നവർക്കൊപ്പം ഇങ്ങനെ നിൽക്കുന്നത് ഏറ്റവും വലിയ അഭിമാനമായി തോന്നുന്നു. മുന്നിലിരിക്കുന്നതും വളരെ ആദരണീയരായ വ്യക്തിത്വങ്ങളാണ്. എല്ലാവരോടും ബഹുമാനത്തോടെ, സ്നേഹത്തോടെ ഇഷ്ടം പങ്കുവയ്ക്കുന്നു. പ്രിയപ്പെട്ട പ്രസാദേട്ടൻ ഇങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ എനിക്ക് ഏറ്റവും സന്തോഷമാണ് തോന്നുന്നത്. കാരണം ഞാൻ അച്ഛനെ ഒരുപാട് സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ആളാണ് എൻ്റെ അച്ഛൻ. അപ്പോൾ എങ്ങനെ എല്ലാവരും നമുക്കിപ്പോൾ മാതാപിതാക്കളെ സ്നേഹിക്കുന്നവരെയാണ് എപ്പോഴും അങ്ങനെ ഒരാളെ കാണുമ്പോൾ ഭയങ്കര ബഹുമാനവും ആദരവും തോന്നാറുണ്ട് എപ്പോഴും. പ്രത്യേകിച്ച് എനിക്ക് അങ്ങനെയാണ്. അച്ഛൻ വളരെ പ്രിയപ്പെട്ട ആളായിരുന്നു. പക്ഷേ ഇപ്പം അച്ഛൻ 2 വർഷമായി ഞങ്ങളോടൊപ്പം ഇല്ല. ഞാൻ എൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഒരുപാട് സൗഹൃദങ്ങളൊക്കെ ഉള്ള ഒരാളാണ്. ഞാനങ്ങനെ സൗഹൃദപരമായിട്ടുള്ള ട്രിപ്പുകൾ നടത്തുന്ന ആളാണ്. ടൂറിന് പോകാറുണ്ട്, പ്രോഗ്രാമൊക്കെ ഇല്ലാത്ത സമയത്ത്. അല്ലാത്ത സമയത്ത് ഫാമിലിയോടൊപ്പം വൈഫും കുട്ടികളുമായിട്ട് പോകാറുണ്ട്. ഞങ്ങൾ 4 മക്കളാണ്. 3 ബ്രദേഴ്സും ഒരു സിസ്റ്ററുമാണ്. അപ്പോൾ ഞങ്ങൾ ആണുങ്ങൾ 3 പേരുടെ ചേർന്ന് 4 പേരുടെ ചേർന്ന് 3 പേരുടെ ചേർന്നുള്ള യാത്രകൾ ചെയ്യാറുണ്ട്. അതോടൊപ്പം തന്നെ വെക്കേഷൻ ടൈമിലൊക്കെ മിക്കവാറും സമയം ഞാനും അച്ഛനും അമ്മയും മാത്രമായിട്ടൊരു യാത്ര പോകാറുണ്ടായിരുന്നു. അങ്ങനെ 2-3 ദിവസങ്ങളിലൊക്കെ നാടിൻ്റെ പല ഭാഗത്തൊക്കെ ഇങ്ങനെ കറങ്ങുന്ന ഒരാളായിരുന്നു ഞാൻ. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ 2 വർഷമായിട്ട് അച്ഛൻ നമ്മളോടൊപ്പം ഇല്ല. അപ്പോൾ ഇങ്ങനെ പ്രസാദത്തെ ഇത്തരം ഒരു കാര്യം പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി എനിക്ക്. അങ്ങനെ അച്ഛനെ സ്നേഹിക്കുന്ന മക്കൾ, അമ്മയെ സ്നേഹിക്കുന്ന മക്കൾ, പ്രായത്തിന് മുതിർന്നവരെ ബഹുമാനിക്കുന്ന ആൾക്കാർ, അത്തരം ആൾക്കാരാണ് നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്തരം ഓർമ്മകളിലേക്ക് കൊണ്ടുപോകുന്ന ഒരു മഹത് ചടങ്ങിലേക്കാണ് ക്ഷണിച്ചത് എന്നറിയുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്, ഒരുപാട് നന്ദിയുണ്ട്, ഒരുപാട് സ്നേഹമുണ്ട്. ഇതോടൊപ്പം ഇവിടെ നടത്തുന്നത് കുറച്ച് കുട്ടികൾക്ക് സമ്മാനം കൊടുക്കുമെന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹം ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്നു. ഫാദർ പറയുന്നത് കേട്ടു. അത് കേട്ടപ്പോഴും ഒരുപാട് അഭിമാനവും സന്തോഷമാണ് തോന്നിയത്. കാരണം ഏറ്റവും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങൾ അങ്ങനെയൊക്കെയല്ലേ. എനിക്ക് എപ്പോഴും ഒരുപാട് കഥകൾ പറയുകയും ഒരുപാട് സാരോപദേശങ്ങൾ നൽകുകയും ചെയ്യുന്ന വ്യക്തിത്വങ്ങൾ ഇരിക്കുമ്പോൾ ഞാനൊരു കഥ പറയുന്നത് കുഴപ്പമാവോ സിസ്റ്ററെ? കുഴപ്പമില്ല. ഞാനൊരു കഥ പറയട്ടെ. ഞങ്ങൾ കലാകാരന്മാരിങ്ങനെ ഇതിപ്പോൾ അനുസ്മരണ യോഗമാണെന്നറിയാം. അദ്ദേഹം ഇത് കാണുന്നുണ്ടെന്നറിയാം. അതുകൊണ്ട് നമുക്ക് അല്പം ഇനിയിപ്പോൾ ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞല്ലോ, നല്ല ഓർമ്മകൾ മനസ്സിൽ സൂക്ഷിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും ചിരിച്ചോണ്ടിരുന്നാലോ? എല്ലാവരും ചിരിച്ചാൽ സന്തോഷമായിരിക്കും. എല്ലാവരും കൈയടിച്ച് നമ്മൾ ഒരുപക്ഷെ ഇനി 28ാം വർഷമാണ് വരാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ 27ാം വർഷം അച്ഛനെ കുറിച്ച് ഓർക്കുമ്പോൾ പ്രസാദേട്ടനെ ഓർക്കാനായിട്ട് ഇന്നത്തെ ചടങ്ങിൽ ഓർക്കാൻ നല്ല മുഹൂർത്തങ്ങൾ നമ്മൾ സമ്മാനിക്കുന്നു. ഇവിടെ വന്നിരിക്കുന്ന ഓരോരുത്തർക്കും ഒരു ഈ നിമിഷങ്ങൾ ഏറ്റവും ആസ്വാദികരമാക്കാനാണ് ഞാനും ആഗ്രഹിക്കുന്നത്. ഒന്നുകൂടെ ശക്തമായിട്ട് കൈയടിച്ചു. ഈ കൈയടിക്കാൻ പറയുന്നത് ബാക്കിലിരിക്കുന്നവരും കൈയടിക്കുന്നുണ്ട്. നമ്മൾ വളരെ കുറച്ച് പേരേ ഉള്ളൂ, പക്ഷേ എല്ലാവരും സ്ട്രോങ് ആണ്. അപ്പം ഞാൻ പറഞ്ഞത് നമ്മുടെ ഇപ്പോഴുള്ള കലാകാരന്മാർ ഇങ്ങനെ സ്റ്റേജിൽ വന്ന് ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രചോദനം എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു പ്രോത്സാഹനമാണ്. നിങ്ങളൊന്ന് ചിരിച്ചാൽ, നിങ്ങളൊന്ന് സന്തോഷിക്കുന്ന കാണുമ്പോൾ, നിങ്ങളൊന്ന് കൈയടിക്കുമ്പോഴൊക്കെയാണ് ഞങ്ങളെപ്പോലെ ഒരു സ്റ്റേജിൽ നിന്നിട്ട് സന്തോഷിക്കുന്നത്. ഇതാണ് ഞങ്ങൾക്ക് മനസ്സിൽ സൂക്ഷിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ അവാർഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കൈയടി ചോദിക്കും. അപ്പോൾ കുഴപ്പമില്ല, തന്നോണ്ടിരുന്നാൽ മതി, വേറെ ഒന്നും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഒരിടത്ത് ഒരമ്മയുണ്ടായിരുന്നു. അമ്മ എല്ലാ ദിവസവും അമ്മ കഴിക്കാനായിട്ട് ഉണ്ടാക്കുന്ന ചപ്പാത്തി അല്ലെങ്കിൽ റൊട്ടി ഉണ്ടാക്കുമായിരുന്നു. അതോടൊപ്പം തന്നെ അമ്മ എന്ത് ചെയ്യുന്നറിയാമോ? അമ്മ കഴിച്ചിട്ട് ഒരു 2-3 ചപ്പാത്തി എടുത്തിട്ട് ആ ജനലിൻ്റെ സൈഡിലേക്ക്, അടുക്കളയുടെ മുന്നിലുള്ള അടുക്കളയുടെ സൈഡിലുള്ള ജനൽ വഴി ആ ചപ്പാത്തി ഇങ്ങനെ വെക്കും. ഒരു 2-3 ചപ്പാത്തി വെക്കും. വിശന്ന് പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കഴിച്ചോട്ടെ എന്ന് കരുതിയിട്ടാണ് ആ അമ്മ എല്ലാ ദിവസവും അങ്ങനെ ചെയ്യാറുള്ളത്. ഇതുപോലെ കൃത്യമായിട്ടും എല്ലാ ദിവസവും അതുവഴി ഒരാൾ ഇങ്ങനെ വിളിച്ചു പറഞ്ഞിട്ട് പോകും. ഒരു ബോധവും ഇല്ലാതെ വിളിച്ചു പോകുന്നു എന്നാണ് നാട്ടുകാർ പറയാറുള്ളത്. അതെങ്ങനെ വിളിച്ചു പറയും? നിങ്ങൾ ചെയ്യുന്ന തിന്മ നിങ്ങളോടൊപ്പം ഉണ്ടാകും, നിങ്ങൾ ചെയ്യുന്ന നന്മ നിങ്ങളെ തേടി വരും. നിങ്ങൾ ചെയ്യുന്ന തിന്മ നിങ്ങളോടൊപ്പം ഉണ്ടാകും, നിങ്ങൾ ചെയ്യുന്ന നന്മ നിങ്ങളെ തേടി വരും. ഇത്
പറഞ്ഞുകൊണ്ടാണ് ഈ മനുഷ്യൻ ഇങ്ങനെ കടന്നു പോകാറുള്ളത്. ഈ അമ്മയുടെ അരികിൽ വന്നിട്ട് ആ ജനലിന്റെ സൈഡിൽ നിന്ന് ചപ്പാത്തി എടുത്ത് നിന്നിട്ട് ഈ മനുഷ്യൻ പറയും, നിങ്ങൾ ചെയ്യുന്ന തിന്മ നിങ്ങളോടൊപ്പം ഉണ്ടാകും, നിങ്ങൾ ചെയ്യുന്ന നന്മ നിങ്ങളെ തേടി വരും. മനുഷ്യൻ ഇങ്ങനെ നടന്നു പോകും. എല്ലാ ദിവസവും ഇത് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ അമ്മയ്ക്ക് വലിയ വിഷമായി പോയി. ഒരു ദിവസം മുതൽ നിങ്ങൾ ചെയ്യുന്ന നന്മ എന്ന് പറയുന്നില്ലല്ലോ, ആദ്യം തിന്മ എന്നാണല്ലോ പറയുന്നത് മനുഷ്യൻ. ഭയങ്കര ഓരോ ദിവസവും ഒരു അമ്മയ്ക്ക് വലിയ വിഷമായി പോയി. ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് വേറെ ആരും വരുന്നില്ല, ഇയാൾ വരുന്നത് ഞാൻ ഉണ്ടാക്കി വെക്കുന്ന ഈ ചപ്പാത്തി കഴിക്കാനാണല്ലോ വരുന്നത്. അപ്പൊ എന്നോട് സ്നേഹം ഒന്ന് കാണിക്കണ്ടേ, എന്നെ ഒന്ന് നോക്കുക പോലും ഇല്ല, എന്നെ കുറിച്ച് ഒന്ന് അന്വേഷിക്കുക പോലും ഇല്ല, ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ട് പോവുക. അമ്മയ്ക്ക് വിഷമമായി. നമ്മൾ എപ്പോഴും നമ്മൾ എന്തെങ്കിലും പ്രത്യുപകാരം പ്രതീക്ഷിക്കുന്നവരാണല്ലോ. നമ്മൾ കർമ്മം ചെയ്യുമെങ്കിൽ അതിന്റെ ഒരു ഫലം കിട്ടുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കും ചിലപ്പോഴൊക്കെ മനുഷ്യനല്ലേ. അപ്പൊ അമ്മയെ ഒന്ന് ചിന്തിച്ച് എന്തുകൊണ്ടാണ് ഈ മനുഷ്യൻ ഇങ്ങനെ പെരുമാറുന്നത്, ഇവരൊരു പാഠം പഠിപ്പിക്കണം. ഈ അമ്മ തീരുമാനിച്ചു. ഒരു ദിവസം ഈ അമ്മ ചപ്പാത്തി ഉണ്ടാക്കി വെച്ചിട്ട് അവിടെ ഇരുന്ന് ഒരല്പം എലിവിഷൻ കൂടി അതിനകത്ത് ചേർത്ത് വെച്ചു. അല്പം ഒന്ന് പറയാൻ പറ്റട്ടെ, അല്ലെങ്കിൽ അനുഭവിക്കട്ടെ കുറച്ച്, ഇനി മേലെ എന്നെ ഇങ്ങനെ പറയരുത് എന്ന് പറഞ്ഞിട്ട് ഈ അമ്മ ചപ്പാത്തി 3 ഇന്നത്തെയും പോലെ ആ ജനലിലേക്ക് ഉണ്ടാക്കി വെച്ചു. അപ്പൊ അങ്ങനെ കേൾക്കാം, നിങ്ങൾ ചെയ്യുന്ന തിന്മ നിങ്ങളോടൊപ്പം ഉണ്ടാകും, നിങ്ങൾ ചെയ്യുന്ന നന്മ നിങ്ങളെ തേടി വരും. വരുന്നുണ്ട്. ഈ വിളി കേട്ടപ്പോൾ പെട്ടെന്ന് അമ്മയുടെ മനസ്സ് ഒന്ന് പെടഞ്ഞു. ഞാൻ ചെയ്യുന്ന ഏറ്റവും വലിയ പാപമാണ്, ഏറ്റവും വലിയൊരു തെറ്റാണ്. വിശന്ന് വലഞ്ഞു വരുന്ന ഒരാൾക്ക് അറിഞ്ഞോ അറിയാതെയോ ചെയ്യാൻ പാടില്ല. പെട്ടെന്ന് അമ്മ ചപ്പാത്തി എടുത്ത് മാറ്റിയിട്ട് തനിക്ക് കഴിക്കാൻ വെച്ചിരുന്ന 3 ചപ്പാത്തി എടുത്ത് വെച്ചു. ആ മനുഷ്യൻ വീണ്ടും വന്നു, ജനലിന്റെ സൈഡിൽ വന്നു, നല്ല ആ ചപ്പാത്തി എടുത്ത്, നിങ്ങൾ ചെയ്യുന്ന തിന്മ നിങ്ങളോടൊപ്പം ഉണ്ടാകും, നിങ്ങൾ ചെയ്യുന്ന നന്മ നിങ്ങളെ തേടി വരുമെന്ന് പറയും. മനുഷ്യൻ നടന്നു പോവാ. കുറെ സമയം കഴിഞ്ഞു. ഈ അമ്മ ഇങ്ങനെ വീട്ടിലെ മറ്റു കാര്യങ്ങൾ ചെയ്തിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് കഥയിൽ ആരോ തട്ടുന്ന പോലെ തോന്നി. അമ്മ ഒന്ന് കഥക് തുറന്നു. കഥക് തുറന്നു നോക്കുമ്പോ ഒരാൾ. അമ്മ ഒന്നുകൂടി മുഖത്തേക്ക് നോക്കി. ആ വന്നയാളും ഈ അമ്മയെ തന്നെ നോക്കി നിന്നു. പക്ഷെ അമ്മയ്ക്ക് പെട്ടെന്ന് മനസ്സിലായി, മുൻപെപ്പോഴോ കൈവിട്ടു പോയ തന്റെ മകനാണ് ഈ നിൽക്കുന്നതെന്ന്. വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ വെച്ചോ നഷ്ടപ്പെട്ടു പോയ മകൻ ഇവിടെ വന്ന് നിൽക്കുകയാണ്. അമ്മയ്ക്ക് പെട്ടെന്ന് മക്കളെ തിരിച്ചറിയുമല്ലോ പെട്ടെന്ന് തന്നെ. അമ്മ ചോദിച്ചു, മോനെ. അമ്മ ഓരോ കാര്യങ്ങൾ പറയാൻ തുടങ്ങി, എവിടെയായിരുന്നു, എന്താണ് എന്നൊക്കെ പറയാൻ തുടങ്ങിയപ്പോൾ അവന് പറയാൻ ഇങ്ങനെ വിതുമ്പുന്നുണ്ട്. അമ്മ വെള്ളം കൊടുക്കുന്നു, അമ്മ ആഹാരം കൊടുക്കുന്നുണ്ട്, എല്ലാം കൊടുക്കുമ്പോൾ അവനിങ്ങനെ ആദ്യമോടെ കഴിച്ചിട്ട് ഇങ്ങനെ പറയുകയാണ്, എനിക്കൊന്നും അറിയില്ല അമ്മേ, ഞാൻ എവിടെയൊക്കെയോ ആയിരുന്നു, ഈ സ്ഥലമാണെന്നറിയാം, പക്ഷെ എന്റെ വീട് അറിയില്ല, ഒന്നും അറിയില്ലായിരുന്നു. ഞാനതിൽ തളർന്നിട്ട് രാത്രി വന്നാണ് തളർന്നിട്ട് വഴിവെക്കെ കിടക്കുകയായിരുന്നു. അപ്പൊ ഒരു മനുഷ്യൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പോകുന്നുണ്ടായിരുന്നു, നിങ്ങൾ ചെയ്യുന്ന തിന്മ നിങ്ങളോടൊപ്പം ഉണ്ടാകും, നിങ്ങൾ ചെയ്യുന്ന നന്മ നിങ്ങളെ തേടി വരുമെന്ന്. അപ്പൊ എന്നിട്ട് ആ മനുഷ്യൻ എന്റെ അടിയിലേക്ക് വന്നിട്ട് ചോദിച്ചു, വിശക്കുന്നു എന്ന് ചോദിച്ചിട്ട് ആ മനുഷ്യന് കഴിക്കാൻ പറ്റുന്ന ചപ്പാത്തി എടുത്ത് ഈ പയ്യന് കൊടുത്തു. ഞാൻ അതാ കഴിച്ചത്. എന്നിട്ട് പറഞ്ഞു, ഇനിയും വിശക്കുന്നുണ്ടോ മോന്, എങ്കിൽ കുറച്ചു ദൂരം പിന്നോട്ട് നടക്കുക, അവിടെ ഒരു അമ്മയുണ്ട്, വിശന്ന് പൊരിഞ്ഞു വരുന്നവർ കന്നം കൊടുക്കുന്ന ഒരു അമ്മ. ആ അമ്മയുടെ രീതിയിലേക്ക് ചെല്ലാൻ പറഞ്ഞു. അതല്ലാതെ എനിക്ക് അറിയില്ലായിരുന്നു എന്റെ അമ്മ ഇവിടെ ഉണ്ടെന്നും എന്റെ വീട് ഇവിടെ ഉണ്ടെന്നും. അമ്മ മകനെ ചേർത്ത് പിടിച്ചു, തുരുതുരേ ഉമ്മ കൊടുത്തു. അപ്പൊ വീണ്ടും നമ്മൾ അവിടെ കേൾക്കുന്നുണ്ട് ഈ മനുഷ്യന്റെ വാക്ക്, നിങ്ങൾ ചെയ്യുന്ന തിന്മ നിങ്ങളോടൊപ്പം ഉണ്ടാകും, നിങ്ങൾ ചെയ്യുന്ന നന്മ നിങ്ങളെ തേടി വരും. ഇതാണ് ഒരു കഥ. അപ്പൊ ഇപ്പോഴും ഞാനിപ്പോ കേട്ടത് ഈ പറഞ്ഞ പോലെ നമ്മൾ ചെയ്യുന്ന, അദ്ദേഹം ചെയ്യുന്ന നന്മ ആണ് നമ്മളിത് കേട്ട് പറഞ്ഞത്, അല്ലെങ്കിൽ അനുഭവിച്ചറിഞ്ഞത്, അല്ലെങ്കിൽ അതിനെ അനുകരിക്കാൻ ശ്രമിക്കുന്നതൊക്കെ. ഓരോരുത്തരും എപ്പോഴും അങ്ങനെയാണല്ലോ. ഇപ്പൊ പ്രസാദകൻ ഒരു കാര്യം ചെയ്യുന്നു. ഇപ്പൊ പറഞ്ഞു, ഓരോ ദുരിതകാലത്തും വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി സഹായം ചെയ്യാൻ ആ മനുഷ്യൻ കാണിക്കുന്ന ഒരു മനസ്സ്, നാളെ അദ്ദേഹത്തെയും ഈ പറഞ്ഞ പോലെ നമുക്ക് ഓർക്കാനും ഓർമ്മിപ്പിക്കാനും വരും തലമുറകൾക്കും മാതൃകയാകുന്ന തരത്തിലാകട്ടെ എന്ന പ്രാർത്ഥനയാണ്. എല്ലാവർക്കും അതിന് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാം ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു അവസരത്തിൽ ഇവിടെ വരാൻ കഴിഞ്ഞതിലും. പ്രസാദന ഒരുപാട് സന്തോഷം. പ്രസാദനും എട്ടാം അവസ്ഥ ഞങ്ങൾക്ക് രണ്ടുപേരും ഒരുമിച്ച് ഡാൻസ് ഉള്ളവരാണ്. ജോണേട്ടൻ കൈകാണിക്കുന്ന മാവേലിക്കരക്കാരനാണ്. അപ്പോൾ അങ്ങനെ ഇവരൊക്കെ ഒരുമിച്ച് പരിചയപ്പെട്ടത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഈ സൗഹൃദങ്ങൾ എന്ന് പറയുമ്പോഴൊക്കെ അങ്ങനെ ഇല്ലേ ഫാദറല്ലേ, നമ്മളിങ്ങനെ ഒരു പ്രാവശ്യം കണ്ടാൽ ഒന്നുകൂടി കാണാൻ തോന്നിയാൽ, ഒന്ന് വിളിക്കാൻ തോന്നിയാൽ അവിടെ എവിടെയോ ഒരു ഹൃദയബന്ധമുണ്ട് എന്ന് സത്യമാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരുപാട് സൗഹൃദം സൂക്ഷിക്കുന്ന ഒരാളാണ് ഞാൻ. ആ സൗഹൃദങ്ങളിൽ നിലനിൽക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇനിയും അപ്പച്ചന്റെ പേരിൽ ഏട്ടന് ഒരുപാട് നന്മകൾ ചെയ്യാൻ കഴിയുമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ ഇരിക്കുന്ന എല്ലാ
ബഹുമാന്യ വ്യക്തിത്വങ്ങൾക്കും നന്മയും സ്നേഹവും മാത്രം പങ്കുവെച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. കവിത പാട്ടെന്തെങ്കിലും ആണോ? കവിതയാണോ പാട്ടോ? കവിത അല്ല, ഞാൻ ചോദിക്കുന്നത് പാട്ടാകുമ്പോൾ എല്ലാം കൂടെ പാടാം. എൻ്റെ ഫാദർ നമുക്കെല്ലാം അറിയാം, ഏത് മലയാള സാഹിത്യത്തിലും ഇംഗ്ലീഷിലും ഇത്ര ആയിട്ട് ബൈഹാർട്ടാണ് പുള്ളിക്കോരുന്നത്. അപ്പം ആ സമയത്ത് ആണോ? അപ്പം ഞാനൊരു കവിത കവിതകൾ കേട്ടിട്ടുണ്ടാവും. ഞാൻ കുറച്ച് വരി മാത്രം പാടാം. അദ്ദേഹത്തിനും അത് ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ ഒരു സന്തോഷം. പിന്നെ മാത്രമല്ല, ഞങ്ങൾ രണ്ടുപേരും ഒരേ ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്തവരാണ്. അദ്ദേഹത്തിന്റെ ഫാദറും ഞാൻ അഭിനയത്തിലും അദ്ദേഹം ജീവിതത്തിലുമായിരുന്നു. ഞാൻ ഒരു 5-6 വർഷം 1111 എപ്പിസോഡുകൾ പോയ കാര്യം നിസ്സാരം എന്ന സീരിയലിൽ ഞാൻ സത്യസന്ധനായ ഒരു വില്ലേജ് ഓഫീസറായിട്ട് അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കണ്ടിട്ട് ആൾക്കാർ വിചാരിക്കും ഞാൻ ഭയങ്കര സത്യസന്ധനാണെന്ന്. പിന്നെ വില്ലേജ് ഓഫീസറാണെന്ന് കരുതുന്നവരുണ്ട്. ഞാനൊരു സാധാരണക്കാരാണ്. അവരൊക്കെ ഈ പറഞ്ഞ പോലെ ചിലർക്ക് മാറി നിൽക്കുന്ന ചിലരുണ്ട്. അവരെയാണ് നമ്മൾ മാറി നോക്കുന്നത്. അങ്ങനെ ആളാൻ കഴിയുന്നത് ഏറ്റവും വലിയ ഭാഗ്യമാണ്. എങ്കിലും അപ്പം പിന്നെ ഈ പറഞ്ഞ പോലെ അദ്ദേഹം മാർവലീസ് കോളേജിൽ പഠിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാനിപ്പോൾ മാർവലീസ് കോളേജിനടുത്തുള്ള മണ്ണത്തിലാണ് താമസിക്കുന്നത്. അപ്പം ചില ബന്ധങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ ഞങ്ങളുടെ പോലെ. അപ്പോൾ എന്തായാലും അദ്ദേഹം കേൾക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ. രേണുകേ നീരാഗരേണു കിനാവിന്റെ നീലക്കടമ്പിൻ പരാഗരേണു പിരിയുമ്പോഴേതോ നനഞ്ഞ കൊമ്പിൽ നിന്ന് നിലതെറ്റി വീണ രണ്ടിലകൾ നമ്മൾ. രേണുകേ നാം രണ്ടു മേഘശകലങ്ങളായി അകലേക്കു മറയുന്ന ക്ഷണഭംഗികൾ. മഴവില്ലു താഴ വീണുടയുന്ന മാനത്ത് വിരഹമേഘ ശ്യാമഘനഭംഗികൾ. മഴവില്ലു താഴ വീണുടയുന്ന മാനത്ത് വിരഹമേഘ ശ്യാമഘനഭംഗികൾ. തിരിയുന്നു രേണുകേ നാം രണ്ടു പുഴകളായി ഒഴുകിയകലുന്നു നാം പ്രണയശൂന്യം. തിരിയുന്നു രേണുകേ നാം രണ്ടു നിഴലുകൾ ഇരുളിൽ നാം രൂപങ്ങളില്ല കിനാവുകൾ. പകലിന്റെ നിറമാണ് നമ്മളിൽ നിനവും നിരാശയും. പകലു വറ്റി കടന്നുപോയി കാലവും പ്രണയമൂറ്റിച്ചിരിപ്പു രൗദ്രങ്ങളും. പിറകിലാരോ വിളിച്ചതായി തോന്നിയോ പ്രണയമരുതെന്നുരഞ്ഞതായി തോന്നിയോ. തിരിയുന്നു രേണുകേ നാം രണ്ടു നിഴലുകൾ ഇരുളിൽ നാം രൂപങ്ങളില്ല കിനാവുകൾ. പകലിന്റെ നിറമാണു നമ്മളിൽ നിനവും നിരാശയും.